തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചരിത്രം കാണാം. ഒരു സ്വഹാബിയുടെ മയ്യത്ത് നമസ്കാരം, ഒരു സഹാബിയുടെ മയ്യത്ത് നമസ്കാരത്തിന് വല്ലാത്ത ജനസാഗരമായിരുന്നു, വല്ലാത്ത ജനമായിരുന്നു. അന്ന് വരെ ഇല്ലാത്ത ഒരു വല്ലാത്ത ജനങ്ങൾ മുഴുവനും മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി പങ്കെടുക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, ഇത്രയും ജനം കൂടാനുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട ഒരു സഹാബി വര്യന്റെ മയ്യത്ത് നമസ്കാരത്തിന് പടച്ചവനെ 10,000 പങ്കെടുക്കുമ്പോൾ അന്ന് വരെ ജനങ്ങളെ കാണാത്ത, അന്ന് വരെ ഒരു മനുഷ്യനും കാണാത്ത രീതിയിൽ ജനങ്ങൾ ഇങ്ങനെ പങ്കെടുത്തപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും അത്ഭുതത്തോടെ ചോദിക്കുന്നു, ജിബ്രീൽ, മുആവിയയുടെ മയ്യത്ത് ഖബറടക്കാൻ, മുആവിയയുടെ ജനാസ ഖബറടക്കാൻ ഇത്രയും വലിയ ജനസാഗരം ഒരുമിച്ച് കൂടാനുള്ള കാരണമെന്താ? ആ സമയത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു സൂറത്തിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട സഹാബിയാണ് നബിയേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളുണ്ടല്ലോ. സൂറത്തുൽ ബഖറ മുതൽ മിനൽ ജിന്നത്തി വന്നാസ്, സൂറത്തുൻ നാസ് വരെയുള്ള 114 അധ്യായങ്ങളിൽ ഒരു സൂറത്തിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട മനുഷ്യനാ, ഒരു സൂറത്തിനെ വല്ലാതെ നെഞ്ചിലേറ്റിയ മനുഷ്യനാ. അതിന്റെ പ്രതിഫലമാണെന്ന് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, SSFന്റെ ചെറുപ്പക്കാര് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടികൾ പങ്കെടുക്കാൻ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, ഈ സൂറത്ത് കേൾക്കാതെ ഒരു മനുഷ്യനും ഇന്നിവിടെ നിന്ന് പിരിയരുത്. ഒരാള് പോലും ഈ പറയുന്ന സൂറത്ത് ഇന്നീ സദസ്സിലിരുന്നിട്ട് നീ ഓതാതെ ഇവിടെ നിന്ന് നീ പിരിയരുത്. ഈ സൂറത്ത് ഇന്നിവിടെ വെച്ച് നീ ഓതിയിട്ട് വേണം പിരിയാ. അങ്ങനെ നീ മനസ്സിൽ നിന്ന് ആ സൂറത്ത് ഓതാ തീരുമാനിച്ച നിന്റെ മയ്യത്ത് ഖബറടക്കാൻ ഇതിനെക്കാളും ജനമുണ്ടാകും. ചെറുപ്പക്കാരാ, ഇതിനെക്കാളും ജനമുണ്ടാകും നിന്റെ മയ്യത്ത് ഖബറടക്കാൻ. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 114 സൂറത്തുകളിൽ ഒരു സൂറത്തിന് ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടന്നാൽ നിന്റെ മയ്യത്ത് നമസ്കരിക്കാനും നിന്റെ മയ്യത്ത് ഖബറടക്കാനും 10,000 ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആ സൂറത്ത് പറഞ്ഞു തരട്ടെ, ആ സൂറത്ത് പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വേണം. ഒന്ന് കൈവക്കിക്കേ. 11:30 വരെ അവിടെ ഇരിക്കും. വെറുതെ കിട്ടത്തില്ലല്ലോ, കഷ്ടപ്പെട്ട് കിട്ടുമ്പോഴാണ് അതിന് വിലയുണ്ടാവുക. അപ്പൊ 11:30 വരെ അവിടെ ഇരിക്കുക. ഞാൻ പറയാൻ മറന്നാലും നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം. എനിക്കിപ്പോൾ ഇത്തിരി മറവി കൂടുതലാണ്. അള്ളാഹു നല്ല ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ഓർമ്മിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ഉസ്താദന്മാരെ തിരിഞ്ഞു നോക്കാൻ പേടിയുള്ളത് കൊണ്ടാണ്. കാരണം ഉസ്താദന്മാരിപ്പോഴും പേടി. എത്രയൊക്കെ വഴുതു പറയാൻ പഠിച്ചാലും സത്യം പറഞ്ഞാൽ ഒരുപാട് ജനങ്ങളുള്ള വഴി അടുത്തിപ്പോ ഇവിടെ വരുന്ന വഴിയിലൊരു മക്കാമുണ്ടായിരുന്നല്ലോ, അജ്നൂർ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ആ മക്കാമിൽ കിടക്കുന്ന മഹാന്റെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തഅല്ലിമീങ്ങൾക്ക് എത്ര വലിയ ആളായാലും ഉസ്താദന്മാരെ കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് കാലു പറയ്ക്കും. അതെന്തെന്ന് വെച്ചാൽ നല്ല അടി കൊണ്ട് പഠിച്ചത് കൊണ്ടാണ്. എന്താണെന്നറിയില്ല. അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർ നമ്മളൊക്കെ അവരടിച്ച് നന്നാക്കിയത് കൊണ്ടല്ലേ ഇങ്ങനെ ആയത്. അടിച്ചെന്ന് പറഞ്ഞ് ഒരിക്കലും കുറ്റം പറയണില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്നെയൊക്കെ അടിച്ച ഉസ്താദന്മാരെ കാണുമ്പോൾ ഞാൻ മനസ്സിലൊരു ഫാത്തിഹ ഓതും, അൽഹംദുലില്ലാഹ്, ഇവരൊക്കെ അന്ന് അടിച്ച് നന്നാക്കിയില്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്തേനെന്ന്. അന്നൊക്കെ അവരോട് നമുക്ക് വലിയ ദേഷ്യമാ. ഇപ്പോ മുത്താലി ഇപ്പൊ ഇവിടെ നടക്കുന്ന ഇവിടെ ഇത് മറ്റേ ഇവിടുത്തെ കോളേജിന്റെ അല്ലായിരുന്നു, തോടാറത്തെ വിദ്യാർത്ഥികളൊക്കെ അൽഹംദുലില്ലാഹ് ഇപ്പോ 2 വർഷം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഇപ്പൊ തുറൂസൊക്കെ അങ്ങനെ ഉസ്താദന്മാരെ കാണുമ്പോൾ വിളിച്ചു പറഞ്ഞ മുത്തല്ലിമിന്റെ പേര് എന്നാ മറന്നുപോയത്, പേടിച്ചിട്ട് വേറൊന്നും കൊണ്ടല്ല.
എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിൻ്റെ ഉസ്താദന്മാരിരിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതബ് കേടായിട്ടൊന്നും കരുതിയേക്കരുത്. നിങ്ങളുടെ ശിഷ്യനെ അപുരത്തപ്പെട്ടേക്കണം. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ ഉസ്താദന്മാർ മരിച്ചുപോയവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞങ്ങാതി. ആ ഉസ്താദിന്റെ ഫാടിയുണ്ടല്ലേ നീ ഫാത്തിയ പഠിച്ചേ? ആ ഉസ്താദ് പഠിപ്പിച്ചെന്ന അലിഫല്ലേ നിനക്ക് എന്ന് പറയണേ? നീ പഠിച്ചതൊക്കെ മറന്നുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ഉസ്താദന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന 1-ാം ക്ലാസ്സിലും ഇവിടെ അര ക്ലാസ് ഉണ്ടോ? ഒന്നിന് താഴെ ഒരു ക്ലാസ്സില്ല. ഇല്ല, ഞങ്ങളുടെ ആ ഉസ്താദന്മാര് പഠിപ്പിച്ചു തന്ന അലിഫും ബാക്ക് നമുക്ക് മറക്കാൻ പറ്റും മരിക്കണ കാലം വരെ. വേറെ എന്തും നമ്മൾ മറക്കും. വേറെ എന്ത് മറന്നു പോയാലും അലിഫും ബാവും താവും സാഹൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഉസ്താദ് പഠിപ്പിച്ചെന്ന ആ ഫാത്തിഹയൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? അള്ളാഹു നമ്മുടെ മരിച്ചുപോയ ഉസ്താദന്മാരുടെ മണ്ണറ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഈ ദുനിയാവിലെ ജീവിതത്തിൽ, ഈ ദുനിയാവിലെ ഈ ചുരുങ്ങിയ 10, 60 അല്ലെങ്കിൽ 70, 80 വർഷക്കാലം നീണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ നമ്മൾ ഒരാളും ഒരാളുടെ മുന്നിൽ നാണം കെടാൻ ആഗ്രഹിക്കുന്നില്ല. അത് നല്ലവനാണെങ്കിലും മോശക്കാരനാണെങ്കിലും ഒരാൾ മറ്റൊരാളുടെ മുന്നിൽ നാണം കെടുക, നിന്യനായി പോവുക, നിസാരനായി പോകുക, എല്ലാവരുടെ മുന്നിൽ, ഭാര്യയുടെ മുന്നിൽ, മക്കളുടെ മുന്നിൽ, കൂടപ്പിറപ്പുകളുടെ മുന്നിൽ, കുടുംബക്കാരുടെ മുന്നിൽ, കൂട്ടുകാരുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടുപോകുന്നതിന് ഞാനും നിങ്ങളും എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. നമ്മളെല്ലാവരും വല്ലാതെ ഭയപ്പെടുന്നു. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ തന്നെ ഒരാളുടെ മുന്നിൽ നാണം കെട്ടുപോകുന്നതിന് ഞാനും നിങ്ങളും ഇത്ര ഭയക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിന്റെ പേരിൽ വല്ലാതെ പേടിക്കുന്നുണ്ടെങ്കിൽ, കള്ളു കുടിച്ചു എന്ന് നാട്ടുകാരറിഞ്ഞാൽ, പെണ്ണ് പിടിച്ചു എന്ന് നാട്ടുകാരറിഞ്ഞാൽ, ഞാനൊരു കള്ളനാണെന്ന് നാട്ടുകാരറിഞ്ഞാൽ, ഞാനൊരു വൃത്തികെട്ടവനാണെന്ന് എൻ്റെ ഭാര്യ മക്കളും കുടുംബക്കാരും അറിഞ്ഞാൽ, അവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോകുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ആത്മഹത്യ പോലും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം മറ്റുള്ളവന്റെ മുന്നിൽ നാണം കെട്ടുപോകുന്നതിന് ഞാനും നിങ്ങളും ഭയക്കുന്നു. നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, പടച്ചവനെ ഈ ദുനിയാവിൽ നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാ. ഈ ദുനിയാവിൽ മറ്റുള്ളവന്റെ മുന്നിൽ തലകുനിക്കേണ്ട ഒരവസ്ഥ എനിക്കും എന്റെ കുടുംബത്തിനും വരുത്താൻ ഞാനും നിങ്ങളും ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്? സത്യത്തിൽ ഞാനും നിങ്ങളും ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്? എല്ലാവരും ദുനിയാവിൽ നാണം കെടുന്നതിന്, ദുനിയാവിലെ ഭാര്യയുടെയും മക്കളുടെയും കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും സമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ടു പോകുന്നതിന് ഞാനും നിങ്ങളും വല്ലാതെ ഭയപ്പെടുമ്പോ, യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടത് എന്തിനെയാണ്? എവിടെ നാണം കെടുന്നതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കൂ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കൂ. ഒരു പ്രവാചകൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത ദുആ കാണാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കൂ. ഒരു പ്രവാചകൻ അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആ എന്തെന്നറിയുമോ? ആരാ ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുവേ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആരാണ് ഇബ്രാഹിം നബി എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആ ഇബ്രാഹിം നബി ആരാണെന്നറിയണമെങ്കിൽ പരിശുദ്ധമായ കഅബാലയം ഞാനും നിങ്ങളും നേരെ നിന്ന് നിസ്കരിക്കുന്ന പടച്ച റബ്ബിന്റെ കഅബയുണ്ടല്ലോ, ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ആ കഅബ കണ്ടുകൊണ്ട് നിസ്കരിക്കണമെന്ന് കൊതിക്കുന്നവരാണ്. ആ കഅബയുടെ കില്ല പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ കഅബാലയത്തിന്റെ സൈഡിൽ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ആ പുണ്യമായ കല്ലുണ്ടല്ലോ, അതൊന്ന് ചുംബിക്കുവാൻ, അതൊന്ന് കാണുവാൻ, അതിലൊന്ന് തൊടാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നവരാണ്. ആ കഅബാലയം പണിത പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ കഅബാലയത്തിന്റെ മുറ്റത്ത് തന്നെ ഇരിക്കുന്നുണ്ട് മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി ഉപയോഗിച്ചിരുന്ന ലിഫ്റ്റ് കാണാം. ആ ലിഫ്റ്റിന്റെ നേരെ മുന്നിലേക്ക് നോക്കിയാൽ പടച്ചവനെ ഹിജ്റ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാം. ഇബ്രാഹിം നബിയുടെ പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ഹജറ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മാതാവ് കിടത്തി ഉറക്കിയിരുന്ന പന്തല. എന്തൊരു തിരക്കെന്നറിയുമോ? ആ ഹിജ്റ ഇസ്മായിൽ അകത്ത് കയറിയെന്ന് 2 റക്അത്ത് നമസ്കരിക്കാൻ. എന്തിനാണ്
തിരക്ക് കൂട്ടുന്നത്. എല്ലാവരും അവിടെയൊന്ന് കയറി നിൽക്കാൻ, ആണോ പെണ്ണോ എന്ന് നോക്കാറില്ല. പടച്ചവനെയൊന്ന് സുജൂദ് ചെയ്യാൻ വല്ലാത്ത തിരക്കാണ്. അതിന്റെ കാരണം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഉൾഭാഗത്ത് കയറി പ്രവാചകൻ നമസ്കരിക്കുമായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ ഇസ്മായിലിനകത്ത് കയറി നിസ്കരിച്ചാൽ അത് കഅബാലയത്തിന്റെ അകത്ത് നമസ്കരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ വല്ലാത്ത തിരക്ക് കൂട്ടുന്നത്. ആ മുകളിൽ കാണുന്ന സ്വർണ്ണപാതികളുടെ താഴെ നിന്നിട്ട് അല്ലാഹുവേ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളൊന്ന് പുറത്തു തരണേ എന്ന് ദുആ ചെയ്യാ ജനങ്ങൾ വല്ലാത്ത തിരക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കഅബാലയം പണിത പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിയാണ് പടച്ചവനോട് ദുആ ചെയ്യുന്നത്. എന്തേ ദുആ ചെയ്തത്? വലാ തുഹ്സിനി യൗമ അല്ലാഹുവിന്റെ ഖലീലായ ലോകത്ത് പടച്ചറപ്പിനെ ആരാധിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ടൊരു 19 ഭവനം പണിത ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ പരലോകത്ത് എന്നെ നീ നാണം കെടുത്തല്ലേ ഖിയാമത്ത് നാളില് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മഹ്ശറുണ്ടല്ലോ, അവിടെ നീ എന്നെ നിന്നനാക്കല്ലേ അല്ലാ, എന്നെ മോശക്കാരനാക്കല്ലേ അല്ലാ, എന്റെ അഭിമാനത്തിന് ശതം ഭരിപ്പിക്കല്ലേ അല്ലാ. ഖലീലായ ഇബ്രാഹിം നബിയാണ് ദുആ ചെയ്യുന്നത്. നാളെ പരലോകത്ത് നീ എന്നെ നാണം കെടുത്തല്ലേ തമ്പുരാന്, എന്നെ നീ നിന്നനാക്കല്ലേ തമ്പുരാന്, എന്നെ നീ നിസാരനാക്കല്ലേ അല്ലാ. ഇബ്രാഹിം നബിയാണ് ദുആ ചെയ്യുന്നത്. വലാ തുഹ്സിനി യൗമ അവിടുന്ന് ഇബ്രാഹിം നബി പോലും ദുആ ചെയ്തെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഈ സദസ്സിൽ നിൽക്കുന്ന ഞാനും നിങ്ങളും നമ്മളിൽ ആരാ പടച്ചവനോട് ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ നീ നാളെ ആഖിറത്തിലോ എന്നെ നാണം കെടുത്തല്ലേ അല്ലാ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? ഈ ദുനിയാവിന് നാണം കെടുത്തരുന്ന നീ പറയുന്നവനാണ്. ഇവിടെ നാണം കെടുത്തല്ലേ തമ്പുരാന്, ഇസ്സത്തിന് കോട്ടം വരുത്തല്ലേ തമ്പുരാന് എന്ന് ദുആ ചെയ്യുന്ന നീയോ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് എന്നെ നാണം കെടുത്തരുതേ എന്ന് പടച്ചറപ്പിനോട് 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞ പടച്ചറപ്പിനോട് ചോദിക്കുന്ന എത്ര പേരാ? നിനക്ക് നിസാരമായി പോയോ? നിനക്കത് നിസാരമായി പോയോ? കേവലം ഈ നാട്ടിലെ നാട്ടുകാരുടെ മുന്നിലൊന്ന് നാണം കെട്ടുപോയാൽ എടാ പറയുന്നവര് 4 ദിവസം പറയും 5ന്റെ നിന്റെ കാര്യം മറന്നുപോയി, അവന് മറ്റൊരു കാര്യം കിട്ടുകയാണ്. ഇവിടെ നാണം കെടുന്നതിന് ഞാനും നിങ്ങളും ഇത്ര ഭയപ്പെടുന്നതെങ്കിലോ നാളെ പടച്ചറപ്പിന്റെ കോടതിയെ കുറിച്ച് നിനക്കെന്തേ ഓർമ്മ വരാത്തത്? എന്റെ അള്ളാന്റെ കോടതി ഉണ്ടല്ലോ. അല്ലാഹുവേ 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദം നബിയും നൂഹ് നബിയും മൂസാ നബിയും ദാവൂദ് നബിയും ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും നൂഹ് നബിയും ഈസാ നബി വരെ 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ കുടുംബക്കാർ, ആ പ്രവാചകന്മാരുടെ ഉമ്മത്തുകൾ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകന്റെ കുടുംബക്കാർ, ആ പ്രവാചകന്റെ സ്വഹാബികൾ, അവിടുത്തെ താബീങ്ങൾ, തബഉ താബീങ്ങൾ, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, സ്വാലിഹീങ്ങള്, അല്ലാഹു ആദരിച്ചവർ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടപ്പുറപ്പും നിന്റെ കുടുംബക്കാർ, ഇങ്ങനെ കോടാനുകോടി ജനങ്ങളുടെ മുന്നിൽ നാണം കെടുന്ന രംഗം എന്തേ നീ ചിന്തിച്ചു നോക്കാത്തത്? അവിടെ നാണം കെട്ടുപോകുന്നതിനെ കുറിച്ച് എന്തേടാ ചെറുപ്പക്കാരാ നിനക്ക് ആലോചന വരാത്തത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്,
ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ നീ നാണം കെടുന്നതിനെ എന്തേ ഭയക്കാത്തത്? അതിനെക്കുറിച്ച് നിനക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടല്ലോ, അതിനെക്കുറിച്ച് നിനക്ക് അറിവില്ലാത്തത് കൊണ്ടല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, ഈ നിരന്നിരിക്കുന്ന ഞാനും നിങ്ങളുമുണ്ടല്ലോ, നമ്മളെല്ലാവരും മരണപ്പെട്ടു കഴിഞ്ഞാൽ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, പണമുള്ളവനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ, വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചവനാകട്ടെ കീറിപ്പറിഞ്ഞതാകട്ടെ, കുളിച്ചവനാകട്ടെ കുളിക്കാത്തവനാകട്ടെ, സുഗന്ധം തേച്ചവനാകട്ടെ തേക്കാത്തവനാകട്ടെ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നം മരിച്ചാൽ പെൻഷുകാരുണ്ടോ, 2 നിലയുള്ള കെട്ടിടമുണ്ടോ, AC റൂമുണ്ടോ, സഞ്ചരിക്കാൻ ഒരുപാട് വാഹനങ്ങളുണ്ട്, ഒരുപാട് പണം കൊടുത്തവനാകട്ടെ, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കടത്തിണ്ണയിൽ കടന്നുറങ്ങുന്ന മുസ്ലിമാകട്ടെ, ആര് മരിച്ചാൽ ആ മനുഷ്യനെ യഥാ നല്ലതുപോലെ കുളിപ്പിക്കുകയാ. പടച്ചവനെ സാധാരണ രീതിയിലല്ല, ഞാനും നിങ്ങളും കുളിക്കുന്നത് പോലെയല്ല. പടച്ചവനെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ കുളിക്കണമെന്നില്ല, നമ്മുടെ ഉമ്മ പോലും നമ്മളെ അങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ടാകണമെന്നില്ല. അല്ലാഹുവേ, ചൂടുവെള്ളം തയ്യാറാക്കിയിട്ട് മനോഹരമായി നമ്മളെ കുളിപ്പിക്കുകയാണ്. നമ്മുടെ നഖത്തിന്റെ അടിയിലിരിക്കുന്ന അഴുക്കുകൾ പോലും വലിയ ശുദ്ധിക്കാരനായിരുന്നിട്ട് പോലും നീ അങ്ങനെ കുളിച്ചിട്ടില്ല. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, വലിയ അശുദ്ധി ഉണ്ടായിരുന്ന സമയത്ത് പോലും നീ നിന്റെ നഖത്തിന്റെ അടിയിലിരിക്കുന്ന അഴുക്കെടുത്ത് കളയാൻ മറന്നിട്ടുണ്ടാകാം. പക്ഷേ മയ്യത്ത് കുളിപ്പിക്കുമ്പോ എല്ലാം എടുത്തു കളയുകയാണ്, എല്ലാം എടുത്തു കളയുകയാണ്. പടച്ചവനെ, നല്ലതുപോലെ എന്ത് സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മളെ കുളിപ്പിക്കുന്നത്. നമ്മളിൽ പലരും കുളിക്കുന്ന സമയത്ത് പല്ല് തേക്കാറില്ല, പക്ഷേ നല്ല രീതിയിൽ നിന്നെ കുളിപ്പിക്കുകയാണ്, സുഗന്ധങ്ങൾ നിന്റെ ശരീരത്തൊഴിക്കുകയാണ്. അല്ലാഹുവേ, എന്ത് പൊന്നുപോലെ അല്ലാ നിന്നെ പതുക്കെ ഇങ്ങനെ തുണികൾ കൊണ്ട് കഴുകിയിട്ട് ഇങ്ങനെ തുടയ്ക്കുകയാ. അന്ന് മനോഹരമായി ഒരു പുതിയ ആപ്പിളെ ഒരുക്കുന്നത് പോലെ നിന്നെ നല്ല നിലയിൽ ഇങ്ങനെ നിന്റെ കുടുംബക്കാര് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഉളുപെടുപ്പിച്ചു. അല്ലാ, പുതിയ വെള്ള തുണിയിലാ നിന്നെ പൊതിയുന്നത്. ഈ പറഞ്ഞ ഉടുപ്പും ധരിച്ച് നടന്ന ചെറുപ്പക്കാരാ, അതാ വെള്ള തുണിയിൽ മനോഹരമായി നിന്നെ പൊതിയുകയാണ്. എന്നിട്ട് താങ്ങിയെടുക്കുകയാണ്, കൊണ്ടുപോയി കിടത്തിയിട്ട് 3 കഷ്ടം വെള്ള തുണിയില് നിന്നെ അവിടെ നിന്ന് പൊതിയുകയാ. എന്നിട്ട് പടച്ചവനെ, നല്ലതുപോലെ നിന്റെ കഫം തുണികൾ വരിഞ്ഞങ്ങ് മുറുക്കിയിട്ട് നിന്റെ തലയിലും നിന്റെ നടുവിലും നിന്റെ കാലിന്റെ ഭാഗത്ത് 3 കെട്ടുകൾ അവിടെ നിന്ന് കെട്ടുകയാണ്. എന്നിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലുണ്ടല്ലോ, അല്ലാഹുവേ, ഞാനും നിങ്ങളും ആ വാഹനം കാണുമ്പോൾ പള്ളിയുടെ പരിസരത്ത്, പള്ളിയുടെ പുറകില്, പള്ളിയുടെ ഏതെങ്കിലും ഒരു സൈഡില് ആ മയ്യത്ത് കെട്ടിലിരിക്കുന്നത് കാണുമ്പോഴെങ്കിലും നിനക്കൊന്ന് ചിന്തിച്ചുകൂടേടാ. എന്തേ നോക്കാത്തത്, എന്തേ കാണാത്തത്? ഒരു ദിവസം നിന്നെ കടത്തുമല്ലോടാ ചെറുപ്പക്കാരാ. ഈ പള്ളിയിലേക്ക് കടന്നു വരുന്നവരോട് ആ മയ്യത്ത് കെട്ടില് കാണുന്ന സമയത്ത് നീ ചിന്തിക്കണമല്ല, ഇതൊരു ദിവസം എന്റെ വീടിന്റെ അകത്ത് കടന്നു വരുമല്ലോ, വിളിക്കാതെ കടന്നു വരുമല്ലോ. ആ മയ്യത്ത് കെട്ടില് കടക്കുന്നത് കണ്ടാൽ എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും ഒന്ന് തോന്നാറുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം നിന്റെ വീടിന്റെ മുന്നില് പൊടിയൊക്കെ തുടച്ചു കളഞ്ഞിട്ട് അതിനകത്ത് വെച്ചിരിക്കുന്ന പച്ച തുണിയെല്ലാം ഒന്ന് കൊടഞ്ഞിട്ട് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുന്ന ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ. നിന്നതിന്റെ മുകളിലേക്ക് എടുത്ത് മലർത്തി കിടത്തുകയാ. എന്നിട്ട് 6 പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്
പറഞ്ഞുകൊണ്ട് നിന്റെ ജനാസ ഈ കക്കിഞ്ചയിലെ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവച്ചു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. താങ്ങിയെടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ ആളടി മണ്ണിന്റെ അകത്ത് നിന്റെ ജനാസ ഇറക്കി കിടത്തി. അല്ലാഹുവേ, ഇവരുടെ ഭാഗത്തേക്ക് നിന്റെ മുഖമങ്ങ് തിരിച്ചു വെച്ചു. എന്നിട്ട് 3 കെട്ടുകൾ അടിച്ചു മാറ്റി, മുഖത്ത് നിന്ന് തുണി മാറ്റി, ഒരു പിടി മണ്ണ് വാരിയപ്പോ ومنها نخرجكم تارة أخرى എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കബലിന്റെ താഴെയാ മണ്ണ് വെച്ചിട്ട് എല്ലാവരും കൂടെ പലകകളെത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് മഅസ്സലാമാ എന്ന് പറഞ്ഞുകൊണ്ട് കബറിന്റെ ചാരത്ത് നിന്ന് പിരിഞ്ഞു പോവുകയാ. നിന്നെ കിടത്തിയത് ഇതിനെക്കാലം നല്ലതുപോലെ നിന്നെ ഒരുക്കാൻ വേറെ ആരുമില്ല. അതുപോലെ മനോഹരമായി കുളിപ്പിച്ച് ഒരുക്കി പുതുവസ്ത്രവും ധരിച്ച് സുഗന്ധവും തേച്ച് പള്ളിയുടെ പറമ്പിൽ നിന്നെ കൊണ്ടുപോയി അടക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് രണ്ടാമത് മസൂർ എന്ന് പറയുന്ന കാകളത്തിൽ ഊതുകയാണ്. ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമായതിനു ശേഷം അല്ലാഹുവല്ലാതെ ഈ ലോകത്തെ സർവ്വരും നശിച്ചു പോയി. എല്ലാവരും മണ്ണിന്റെ അടിയിലായി. രണ്ടാമത് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ഇസ്രാഫീലേ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമതുണ്ടോ. സുബ്ഹാനല്ലാഹ്, പള്ളിയുടെ കബറസാൽ നിന്ന് എഴുന്നേൽക്കുകയാ. മണ്ണിനടിയിൽ നിന്ന് ജനങ്ങൾ എഴുന്നേൽക്കുകയാണ്. കബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുകയാ. റസൂലുള്ളാഹി പറയുന്ന രംഗം എന്തെന്നറിയോ? എങ്ങനെയാണ് വരുന്നതെന്നറിയുമോ? കുളിപ്പിച്ച് ഒരുക്കി കിടത്തിയ ചെറുപ്പക്കാരാ, നിരന്നിരിക്കുന്ന ജനസാഗരമുണ്ടല്ലോ, മനുഷ്യന്റെ കോലമായി പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കൊണ്ട് കിടത്തിയ നീയുണ്ടല്ലോ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എഴുന്നേറ്റ് വരുന്ന രംഗമെങ്ങനാ? പട്ടിയുടെ കോലത്തിലോ, പന്നിയുടെ കോലത്തിലോ, കഴുതയുടെ രൂപത്തിലോ, പേപ്പട്ടിയുടെ രൂപത്തിലോ നടന്നു വരുന്നവരോ, ഇഴഞ്ഞു വരുന്നവരോ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവരോ, മുഖത്ത് മാംസമില്ലാത്തവരോ, മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇഴഞ്ഞു വരുന്നവരോ, ഇതുപോലെ ജനങ്ങൾ ഇങ്ങനെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ കോടതിയില് ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അവരുടെ കോടാനി 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 കോടി അനുയായികളും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അവിടെ നിന്റെ വാപ്പയുണ്ട്, അവിടെ നിന്റെ ഉമ്മയുണ്ട്, അവിടെ നിന്റെ കൂടപ്പിറപ്പുണ്ട്, അവിടെ നിന്റെ ഭാര്യ മക്കളുണ്ട്, അവിടെ നിന്റെ ചങ്കമ കരളമുണ്ട്, അവിടെ നിന്റെ കൂട്ടുകാരുണ്ട്, അവിടെ നിന്റെ കുടുംബക്കാരുണ്ട്, അവിടെ ഈ നാട്ടുകാർ മുഴുവനുമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, സഹാബാ, ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ കടന്നു വരികയാ. ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ കടന്നു വരികയാ. ആ പരലോകത്ത് ഉടുതുണിയില്ലാതെ പിഴച്ചവനെ ചെമ്പിന്റെ തറയിൽ നിൽക്കുകയാണ്. ഏത് പരലോകമെന്നറിയുമോ? അല്ലാഹുവിന്റെ കോടതിയിൽ ജനങ്ങൾ മുഴുവനും നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ഒരു വിഭാഗം ഇങ്ങനെ കടന്നു വരികയാ. അവരെ കാണുമ്പോ ജനങ്ങളും മൂക്കുപൊത്തുകയാണ്. ഇങ്ങനെ ജനങ്ങളെ നടന്നു വരുന്നത് കാണുമ്പോ ഈ നാട്ടിലെ ചില ആൾക്കാര് നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തുകൂടെ കടന്നു വരുമ്പോ ജനങ്ങളെ മൂക്കുപൊത്തുകയാ. എല്ലാവരും മുഖം തിരിക്കുകയാ. അവര് ചോദിക്കുന്നു, ഈ വൃത്തികെട്ടവരാരാ? ഈ വരുന്ന നശിച്ചവരാരാ? ഈ വരുന്ന ഈ മോശമായ ആൾക്കാരാരാ? പടച്ചവനെ നാളെ ചോദിക്കുകയാ, എടാ ചെറുപ്പക്കാരാ, എവിടെ നിന്നാ ചോദിക്കുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എവിടെ നിന്നാണ് പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നാ. 15
ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ, ആ ഉച്ചത്തെ ചൂട് ഇപ്പോഴും നിനക്കും എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല. പടച്ചവനെ വിയർക്കുകയല്ലേ എന്ന് റസൂലുള്ള പറഞ്ഞു. സഹാബാ, ഒരു ചാണ് മുകളിലാ, ഒരു സുറുമക്കോലിന്റെ വലിപ്പത്തിന്റെ മുകളില് അല്ലാന്റെ സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാ. ശരീരം വിയർക്കുന്ന ചെറുപ്പക്കാരാ, അന്നിങ്ങനെ വിയർപ്പിന്റെ അകത്തും മുങ്ങുകയാടാ. മോനെ വിയർപ്പ് താടില്ലടോ, കാരണം ചെമ്പിന്റെ തറയാ. നിന്റെ വിയർപ്പിങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ ജനങ്ങളിങ്ങനെ വിയർപ്പിന്റെ അകത്ത് മുങ്ങുന്ന ദിവസമാ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. പൊന്നാര മകനിങ്ങനെ നോക്കുമ്പോ ഉമ്മയവിടെ നിൽപ്പുണ്ട്, വാപ്പയവിടെ നിൽപ്പുണ്ട്, കൂടെ കിടന്ന ഭാര്യയുണ്ട്, സ്വന്തം മക്കളുണ്ട്, കൂടപ്പുറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്. കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസമാ. സിറാജിന്റെ ഉമ്മയാളെ പരലോകത്ത് വെച്ചെന്നെ കണ്ട മോനെ സിറാജെ എന്ന് വിളിക്കാറില്ല, ഉമ്മ എന്ന് പറഞ്ഞ് ഞാനും വിളിക്കാറില്ല. കാരണം കണ്ട പരിചയം പോലും ഇല്ലടാ പൊന്നുമോര്. ഞാനല്ല പറഞ്ഞത്, അള്ളയാ പറഞ്ഞത്, അല്ലാഹുവാണ് പറഞ്ഞത്. തിരിഞ്ഞു നോക്കൂല. ആ ഭയാനകമായ ദിവസത്തില് ജനങ്ങൾ പോലും നിലവിളിക്കുകയാണ്. യാ വൈലത്താ യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് ജനങ്ങൾ വിലപിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്മാര് പോലും, ആദം നബിയും നൂഹ് നബിയും മൂസാ നബിയും ഇബ്രാഹിം നബിയും എല്ലാ പ്രവാചകന്മാര് പോലും അവരവരുടെ കാര്യമോർത്തിട്ട് തലകുനിച്ചിരിക്കുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിലാണ് ഇത്രയും പ്രയാസത്തിൽ നിൽക്കുന്ന ജനങ്ങളാ. ആ വരുന്ന വിഭാഗത്തെ കാണുമ്പോ നാറിയ കോലത്തിലോ വൃത്തികെട്ടവരെ പോലെ ദുർഗന്ധമടിക്കുന്ന രീതിയിലോ നിന്യന്മാരായി, നിസാരന്മാരായി, നാണം കെട്ട് നാളെ ഒരു വിഭാഗം പരലോകത്തേക്ക് കടന്നു വരികയാ. റസൂലുള്ളാഹി പറഞ്ഞു, സഹാബാ, ആ സമയത്ത് മറ്റുള്ളവര് ചോദിക്കുകയാ, ഈ വൃത്തികെട്ടവരാരാ? ഇവരെന്ത് പാപം ചെയ്തതിന്റെ പേരിലാ അല്ലാഹു ഇവർക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത് എന്ന അറപ്പോടെ വെറുപ്പോടെ ജനങ്ങൾ നാളെ പരലോകത്ത് വെച്ച് കാണുന്ന ഒരു വിഭാഗമുണ്ട്. സഹാബാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് നിന്യന്മാരായി, നിസാരന്മാരായി, നാണം കെട്ട് വരുന്ന ഒരു വിഭാഗമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ പുഴുത്ത് നാറി ദുർഗന്ധമടിക്കുന്ന രീതിയിൽ, കാണുന്നവർ മുഴുവനും മൂക്കുപൊത്തി മാറി ഓടുന്ന രീതിയിൽ ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാർ കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ വിഭാഗത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ആ വിഭാഗത്തിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂസാ നബി അതുകൊണ്ടാണ് ഇബ്രാഹിം നബി ദുആ ചെയ്തത്, അല്ലാഹുവേ, നാളെ നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാഹ്. ഇവിടെ നാണം കെട്ട എത്ര പേര് നിന്നെ കളിയാക്കും, എത്ര ദിവസം കളിയാക്കും, 4 ദിവസം കഴിയുമ്പോൾ മറക്കും, അടുത്തവന്റെ കാര്യം നോക്കും. എടാ കൂടിപ്പോയാ നീ മോഷണം നടത്തിയ, നീ കൊലപാതകം ചെയ്ത, നീ എന്തെങ്കിലും പെണ്ണു പിടിച്ച എത്ര ദിവസം പറയും? 4 ദിവസം, ഒരാഴ്ച കഴിഞ്ഞു, അടുത്തവനെ പിടിച്ചു, നിന്റെ കാര്യം കഴിഞ്ഞു, നീ രക്ഷപ്പെട്ടു. അങ്ങനെ ആയിരുന്നെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ ആരാകുമായിരുന്നു? 4 ദിവസം നിന്നെ കുറിച്ച് പറയും, കഴിഞ്ഞു. എന്നാ നീ ഇവിടെ നാണം കെടുന്നതിനെ ഇത്ര ഭയക്കുന്നുണ്ടെങ്കിൽ നാളെ അള്ളാഹുടെ കോടതിയിൽ നാണം കെടുന്നതിനെ കുറിച്ച് നീ വല്ലാതെ ഭയക്കണം. അള്ളാഹു നമുക്ക് ഭയം നൽകുമാറാകട്ടെ. അള്ളാഹു ഭയം നൽകുമാറാകട്ടെ. അള്ളാഹു ഭയം നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു
അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതടാ ചങ്ങായിമാരെ നിൽക്കണത്, ഇരിയടാ, ഇരിക്കുക, ഇരി ചങ്ങായി, നീ ഇത് നിൽക്കണ, ആ നിൽക്കണ 3 ചങ്ങാതിമാർ കൂടെ എല്ലാം കയറിയില്ല. ആ നിൽക്കണ ചങ്ങായിമാരൊക്കെ അവിടെ ഒരു ഉസ്താദൊക്കെ നിൽക്കുന്നു. അൽ ഉലമാ വറസത്തുൽ അംബിയ. എല്ലാവരും ഇരിക്കും, കയറിയിരിക്കടോ. കസേര പറക്കിയിട്ടോട് വിക്കായുടെ ചെറുപ്പക്കാരെന്താ കസേര പറക്കി അവിടെ കൊണ്ടിട്ടോളൂ. ഒരാൾ നിൽക്കരുത്, നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ നിൽക്കുന്നുണ്ട്. അള്ളാഹു നാളെ പരലോകത്ത് എന്നെ നിർത്തി ബുദ്ധിമുട്ടിപ്പിക്കാതിരുന്നാൽ മതി. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. ഇതെന്തിപ്പോ ഇങ്ങനെ ഒരു പിശുക്കന്മാര്? നിങ്ങളുടെ ഒരു ആമീൻ 40 പേര് പറഞ്ഞാൽ രക്ഷപ്പെട്ടെന്നല്ലേ? 40 പേരിൽ കൂടുതൽ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ ആമീനിന് വർക്കത്തുണ്ടെന്ന് രക്ഷപ്പെട്ടെന്നാ. അപ്പൊ 40 അല്ലല്ലോ. ഒരാമീൻ പറഞ്ഞ ഞാൻ രക്ഷപ്പെടട്ടെ. ചിരിച്ചോണ്ടല്ല, ആത്മാർത്ഥമായിട്ട് പറയണം. കാരണം അറിയാത്തവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടെന്നല്ലേ. ഒരു നല്ല ആമി. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ ചിരി കളി അല്ലേ കാണാൻ. താടിയുണ്ട്, തഴമ്പുണ്ട്, വലിയ മാന്യനാണ് നമ്മുടെ മുന്നിലൊക്കെ. ഓ സിറാജോ, എൻ്റെ പൊന്നാര മുത്തല്ലിമേ, നീ ഇങ്ങനൊന്നും പറയില്ലേ ഉസ്താദെ. ഓൻ പറയണ കേട്ടപ്പോ തന്നെ തമിഴ് പറഞ്ഞു, ഹിന്ദി പറഞ്ഞു, ഇംഗ്ലീഷ് പറഞ്ഞു, അറബി പറഞ്ഞു. തമിഴൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടങ്ങായി. ഞാൻ തന്നെ ഇങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കുക. എങ്ങനെ മനുഷ്യന്മാര് അറസിന്റെ മുകളിൽ കയറ്റാന്ന് പറഞ്ഞ് എങ്ങനെ ഉണ്ടോ? അള്ളാനെ ഓർത്തിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർത്താം. അല്ലാഹു അലം. നമ്മുടെയൊക്കെ സ്വഭാവം എന്താന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. പടച്ചറപ്പ, എന്റെ സ്വഭാവം എന്താണെന്ന് ഈ ഇടത് ഭാഗത്തിരിക്കണ കിതാബ് എടുത്ത് വായിച്ചു നോക്കിയാൽ എന്നെ വെട്ടിക്കൊല്ലും. അങ്ങനത്തെ സ്വഭാവം എനിക്കുള്ളത്. ഇതൊക്കെ പറയുമ്പോ സത്യം പറഞ്ഞാൽ പേടിയാ തോന്നണേ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാപ്പ ഇല്ലേ, സ്നേഹം കൊണ്ടാ, കുഴപ്പമൊന്നുമില്ല. അള്ളാഹു ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. എങ്കിൽ ഈ ചിരിക്കുന്ന നമ്മളിൽ പലരും മാന്യന്മാരായി നടക്കുന്നവരാ ഞാനും നിങ്ങളും. എങ്കിലും നാളെ പൊളി ഇതൊക്കെ. ഇന്നിത്രയും പേരുടെ മുന്നിൽ ഞാനും നിങ്ങളും വലിയ മാന്യനായി, വലിയ മഹാനായി ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കാം. എങ്കിലും നാളെ പരലോകത്ത് വരുമ്പോ ഇതൊക്കെ പൊളിയൂലേ? ഈ മറയൊക്കെ പോകൂലേ? അന്നെന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ എന്തേ ചിന്തിക്കാത്ത? നാളെ ജനങ്ങൾ മുഴുവനും അറപ്പോടെ വെറുപ്പോടെ നിന്യന്മാരായി വരുന്ന വിഭാഗത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ആ പറയുന്ന ലിസ്റ്റിൽ നിന്റെ പേരുണ്ടോ എന്ന് നോക്കാം. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മൾ വിചാരിച്ചു ഉസ്താദെ, ഞാൻ കള്ളു കുടിക്കുന്നില്ല, ഞാൻ വ്യഭിചരിക്കുന്നില്ല, ഞാൻ പലിശ തിന്നുന്നില്ല, ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളൊന്നും ആ വിഭാഗത്തിൽ പെടില്ല നമ്മൾ കരുതിയിരിക്കണേ. നമുക്ക് പാവം എന്ന് പറഞ്ഞാൽ കള്ളുകുടിയും വ്യഭിചാരവും പലിശ തീറ്റി ഇതൊക്കെ മാത്രം പാവം. ബാക്കിയൊന്നും പാവമല്ലല്ലോ. ബാക്കിയൊന്നും പാവങ്ങളായിട്ട് ഞാനും നിങ്ങളും പരിഗണിക്കുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിലെ മനുഷ്യന് പാവം എന്ന് പറയുന്നത് മൂക്കിന്റെ മുകളിൽ വന്നിരിക്കണ ഈച്ചയെ പോലെ അങ്ങനെ പായിച്ചു കളയും. അതിപ്പോ തെറ്റാണോ ചങ്ങാതി? അല്ലേ, ഇത് തെറ്റാണോ? മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ ഓടിച്ചു കളയുന്നത് പോലെ ചില പാവങ്ങൾ നമുക്ക്. നമ്മളെപ്പോഴും വലുതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എങ്കിൽ ചെറുതിനെ കുറിച്ചാ പേടിക്കേണ്ടത്, വലുത് മാത്രമല്ല. ചെറുതിനെ കുറിച്ചും നീ വല്ലാതെ ഭയപ്പെടണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആരാണ് നബിയേ? പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഈ നശിച്ചവരാരാ? ഈ നിന്യന്മാരാരാ? അല്ലാഹുവേ, എല്ലാവരുടെ മുന്നിൽ നാളെ നാണം കെടുന്ന ഈ വിഭാഗമാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു, സ്വഹാബാ, ഈ പറയുന്ന ദുസ്വഭാവം ആർക്കുണ്ടോ? ഈ പറയുന്ന ദുസ്വഭാവങ്ങളുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തോടെ തൗബ ചെയ്യണോ. ഇവിടുന്ന് പിരിയുന്നതിന് മുമ്പ് തൗബ ചെയ്യണോ. ഇല്ലെങ്കിൽ നാളെ അള്ളാഹു നിന്നെ നാണം കെടുത്തും. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, ഈ പറയുന്ന ദുസ്വഭാവമെങ്ങാണ് നിനക്കുണ്ടായ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഉമ്മ, നിനക്കൊരൽപ്പമെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന പാപം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്നിവിടുന്ന് പിരിയുന്നതിന് മുമ്പേ കരയണേ. ഇവിടുന്ന് പിരിയുന്നതിന് മുമ്പേ റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്യണേ. എന്റെ ചെറുപ്പക്കാരോട്, SKSSF-ന്റെ എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാ, മോനെ ഇരുന്ന് കേൾക്കടാ. മോനെ, വഅദ് നടത്തുന്നത് നല്ലതാടാ, നല്ല കാര്യങ്ങൾ ചെയ്യ
ചെയ്യുന്നത് നല്ലതാ. പക്ഷേ നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ നാണം കെട്ടു പോകാൻ, അള്ളാടെ മുന്നിലെങ്ങാനും ആ നാണം കെടുന്ന വിഭാഗത്തിൽ നിന്റെ പേരുണ്ടെങ്കിൽ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി പോകും ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഓരോരുത്തരും പ്രഭാഷണത്തിൽ വിലയിരുത്തണ്ട. ഞാൻ എന്നെ കുറിച്ച് പറയാ, ഈ പറയുന്നത് എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് ഞാൻ നോക്കാം. നിങ്ങൾ ഓരോരുത്തരും നോക്കണേ. ഉണ്ടെങ്കിൽ തൗബ ചെയ്യൂ, ഒരിക്കലും ചെയ്യില്ലെന്ന് തീരുമാനിക്കൂ. അല്ലാ, അതിനുള്ള ഈമാൻ തരണേ അല്ലാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? പറയല്ലേ വാപ്പാ, വാപ്പാ ഈ പറയുന്ന ദുശീലം നിനക്കുണ്ടോ എങ്കിൽ നീ നാണം കെട്ടു പോകും. അള്ളാന്റെ കോടതിയിൽ നീ നാണം കെടുകയാണ്. പടച്ചറപ്പിന്റെ കോടതിയിൽ നീ ഒന്നുമില്ലാതാകുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? സഹാബാ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ? ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മകളെ, അഹങ്കാരമുണ്ടോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പാപം നിങ്ങളുടെ ആരുടെയെങ്കിലും, നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പാപം നിങ്ങളുടെ ആരുടെയെങ്കിലും, നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ നമ്മുടെ കാര്യം പോക്ക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഹങ്കാരം ഇല്ലാത്തവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? എന്തേപ്പാ മലയാളം? അഹങ്കാരമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. ഈ പൊക്കിയത് തന്നെയാണ് നിനക്ക് അഹങ്കാരം ഉണ്ടെന്നുള്ളതിന് തെളിവ്. നിനക്ക് തന്നെ ഇത് ഓവറായിട്ട് തോന്നുന്നില്ലേ? എടാ, ഇത് തന്നെ അഹങ്കാരം. അതാണ് പണ്ടൊരു മഹാന്റെ ചരിത്രം പറയുന്നുണ്ട്. ഒരു മഹാന്റെ പുറകിൽ ഇബിലീസ് ഇങ്ങനെ നടക്കുക, പിഴപ്പിക്കാൻ. എത്ര നോക്കിയിട്ടും പറ്റണില്ല. അപ്പൊ ഒരു ദിവസം പോയിട്ട് പറഞ്ഞു, ഞാൻ തോറ്റു നിങ്ങളുടെ മുന്നിൽ. 40 കൊല്ലമായി നിങ്ങളെ പിഴപ്പിക്കാൻ നോക്കിയിട്ട് ഞാൻ തോൽവി സമ്മതിച്ചു. നിങ്ങൾ വലിയ മഹാനാ, ഞാൻ പോവാ. അപ്പോഴീ ഇബിലീസിനോട് പറഞ്ഞു, നീ നിന്റെ പണി നോക്കടാ. 40 കൊല്ലമായിട്ട് നിങ്ങളുടെ പുറകിൽ നടന്നിട്ട് ഞാൻ തോറ്റുപോയി എന്ന് പറയുമ്പോ ചിലപ്പോ മനസ്സിൽ തോന്നത്തില്ലേ, അപ്പൊ ഞാൻ മഹാനാണെന്ന്. അപ്പോഴും മഹാൻ പറഞ്ഞു, നീ നിന്റെ പണി നോക്കടാ, വേറെ ആളെ നോക്കാൻ. അതുപോലെ ഞാൻ ചുമ്മാ കൈവക്കിയത് അഹങ്കാരം എന്നല്ല പറഞ്ഞത്. എന്തേ പലരും പൊക്കാഞ്ഞത്? പേടിച്ചിട്ട്, അഹങ്കാരം ഉണ്ടാഞ്ഞിട്ടല്ല. അതങ്ങനെ ആയി പോകുമോ എന്നുള്ള ഭയം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ള കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും പറയുന്നു അഹങ്കാരമില്ല എന്ന്. സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു കടുകുമണിയുടെ അളവെങ്കിലും, അതാ നിങ്ങൾ ചിന്തിക്കുക. അഹങ്കാരി നരകത്തിൽ കിടക്കൂന്നല്ല പറഞ്ഞത്, അഹങ്കാരി നരകത്തിൽ കിടക്കുമെന്നല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്. മഹാനായ പ്രവാചകൻ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുള്ളവന് സ്വർഗ്ഗത്തിൽ കിടക്കില്ല എന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ, അഹങ്കാരമെന്ന് പറയുന്നത് സാധാരണ പാപമല്ല, അത് ലോകത്തിലാദ്യത്തെ പാപമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ആദ്യമായിട്ട് അഹങ്കാരം കാണിച്ചതാരാ? അഹങ്കരിച്ചവന്റെ ചരിത്രം നിനക്കറിയുമല്ലോ. ലോകത്ത് ആദ്യമായിട്ട് അഹങ്കാരം കാണിച്ചവന്റെ അവസ്ഥ എന്താണെന്നറിയാത്ത ഒരു ചെറിയ കുട്ടിയെങ്കിലും ഉണ്ടോ? ആരാ ലോകത്ത് ആദ്യമായി അഹങ്കരിച്ചത്? ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ്. ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അവരല്ലേ പറഞ്ഞത്, ആദമിന് ഞാൻ സുജൂദ് ചെയ്യില്ല, ആദമിന് ഞാൻ സുജൂദ് ചെയ്യില്ല. ആദമിനെ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. അതുകൊണ്ട് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് ഞാൻ സുജൂദ് ചെയ്യില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു അവനെ ശപിച്ചില്ലേ? അല്ലാഹു ഖിയാമത്ത് നാൾ വരെ അവനെ ശപിച്ചില്ലേ? അവൻ നരകത്തിന്റെ അവകാശിയല്ലേ? പേടിച്ച് വിറച്ചു മൂത്രമൊഴിച്ചില്ലേ?
പ്രിയമുള്ളവരെ, ആദ്യത്തെ പാപമാണ് അഹങ്കാരം. ആ അഹങ്കരിച്ചവന്റെ ഗതിയാണ് റബ്ബേ ഞാനും നിങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണമെന്ന് മുത്തുനബി വെറുതെ പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അഹങ്കാരം ഒരു കടുക് മണികൾ അളവെങ്കിലും അഹങ്കാരമുണ്ടോ? നാളെ പരലോകത്ത് വരുന്നത് എങ്ങനെയാണ്? അഹങ്കാരികൾ വരുന്നത് എങ്ങനെയാണ്? എന്തിനാണ് അഹങ്കരിക്കുന്നത്? നാട്ടുകാരെന്നെ മഹാനാണെന്ന് പറയണം, എല്ലാവരും എന്നെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണം, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എല്ലാവരും എന്റെ വാക്കുകൾ കേൾക്കണം. ഇതിനു വേണ്ടിയല്ലേ ഞാനും നിങ്ങളും പലതും ചെയ്യുന്നത്. എല്ലാവരും ആദരിക്കുന്നവനാകണം, മഹാനാണെന്ന് പറയണം. ഇതിനു വേണ്ടിയാണ് മറ്റുള്ളവന്റെ